നാട്ടുമൈന നാട്ടുമൈന നാട്ടുമൈന. നമസ്കാരം, നാട്ടുമൈനയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി നാട്ടുമൈനയുടെ ഈ ആഴ്ചത്തെ കണ്ടെത്തൽ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം സാർ. എന്താണ് പേര് സാർ? കൃഷ്ണൻ നമ്പൂതിരി. കൃഷ്ണൻ നമ്പൂതിരി സാർ. എവിടെയാണ് വീട് സാർ? കുട്ടമ്പേര് എന്ന് പറയും, മാന്നാറിനടുത്ത്. മന്നാറിനടുത്ത്. എന്ത് വർക്ക് ചെയ്യുന്നു സാർ? ഞാൻ LIC ഓഫ് ഇന്ത്യ ചെങ്ങന്നൂർ ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നു. അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വീട് മാന്നാർ അല്ലേ? മാന്നാറിനടുത്ത് കുട്ടമ്പേര് എന്ന് പറയും. ശരി ശരി. പാട്ട് പഠിച്ചിട്ടില്ല അല്ലേ? പഠിച്ചിട്ടില്ല. മറ്റ് വേദികളിലൊക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, അധികം വേദികളിലൊന്നും പാടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാറിനെ അറിയുന്നവർക്കൊരു അത്ഭുതമായിരിക്കും സാർ ഇങ്ങനെ പാട്ട് പാടുമെന്നുള്ളത്. അത് ശരി. അപ്പോൾ സാറ് നാട്ടുമൈനയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ഈശ്വരചിന്ത തന്നേ മനുജന എന്നുള്ള ഗാനം. അത് ഭക്തകുചേല എന്ന സിനിമയിൽ. അതെ അതെ അതെ. അതിൻ്റെ വരികൾ തിരുനയിനാർ കുറിച്ച്. അതെ അതെ. സംഗീതം ലക്ഷ്മണ ഭാഷ. നമുക്ക് പാടി ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഇഹപരസുഹൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചനമാർഗം. ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കണ്ണിൽ കാൺമതു കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെയറിയും. കണ്ണിൽ കാൺമതു കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെയറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മന്നിതുമായ നാടകരംഗം. ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. പത്തു ലഭിച്ചാല നൂറിനു ദാഹം, നൂറിനെ 1000 ആക്കാൻ മോഹം. 1000മോ 10,000 ആശയ്ക്കുലകിതിലളവുണ്ടാമോ. ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കിട്ടും വകയിൽ തൃപ്തിയെഴാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വരചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. സാറ് വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക്സ്. ഇത് കമോറ പുരുഷോത്തമൻ പാടിയ പാട്ടാണ്. 1961 ഇറങ്ങിയ സിനിമയാണ്. 61 ഇറങ്ങിയ സിനിമയാണ് ഭക്തകുചേല. സാറ് വളരെ മനോഹരമായിട്ട് സാറ് ഇത്രയും റേഞ്ചുള്ള ഒരു ഗായകൻ ഈ സംഗീത ലോകത്തൊന്നും ആയില്ല എന്ന് പറയുമ്പോൾ നാട്ടുമൈനയ്ക്ക് ശരിക്കും വിഷമമുണ്ട്. ഒപ്പം സാറിനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട് നാട്ടുമൈനയ്ക്ക്. അപ്പം നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. ഏത് പാട്ടായിരിക്കും സാർ? കാക്കത്തമ്പുരാട്ടി. കാക്കത്തമ്പുരാട്ടി, കറുത്ത മണവാട്ടി.
ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, അതെ അതെ. കെ രാഘവൻ മാഷാണ് സംഗീതം, യേശുദാസ് പാടിയ ഗാനമാണ്. പാടാം. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടിനിണയല്ലേ കുഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടിനിണയല്ലേ കുഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ പുത്തൻ പുടവഞ്ഞൊറിഞ്ഞൊടുത്താട്ടെ കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ പുത്തൻ പുടവഞ്ഞൊറിഞ്ഞൊടുത്താട്ടെ കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ കള്ളിപ്പെണ്ണേ നിന്റെ കല്യാണ ചെറുക്കൻ്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടിനിണയല്ലേ കുഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ നാട്ടുമൈന നാട്ടുമൈന നാട്ടുമൈന. ഓറഞ്ച് സിസ്റ്റംസ് ഓപ്പോസിറ്റ് നേതാജി ഹോസ്പിറ്റൽ, മലമേൽ മാർക്കറ്റ്, വള്ളിക്കുന്നം. കമ്പ്യൂട്ടർ വിൽപ്പന രംഗത്ത് 10 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഞങ്ങളുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സാംസങ്, LG, സോണി, ഇന്റൽ, ലോജിടെക്, HP, എപ്സൺ, കാനോൺ എന്നിവയുടെ അംഗീകൃത ഡീലർഷിപ്പ്. കമ്പ്യൂട്ടറും അതിന്റെ അനുബന്ധ സാമഗ്രികളും ഏറ്റവും മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന സമീപ പ്രദേശത്തെ പ്രമുഖ സ്ഥാപനം. ഏറ്റവും മികച്ച സർവീസിംഗ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച കമ്പ്യൂട്ടർ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു. CCA, PGDCA, DCA, O ലെവൽ, A ലെവൽ, B ലെവൽ എന്നീ കോഴ്സുകളിലേക്കുള്ള കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. B ലെവൽ സർട്ടിഫിക്കറ്റ് MCAക്ക് തുല്യമായി അംഗീകരിച്ചിരിക്കുന്നു. MS ഓഫീസ് പഠിച്ചിട്ടുള്ളവർക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ NCVT സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും അവരുടെ ജോലിക്ക് തടസ്സം വരാതെ അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും പരിശീലനം നടത്തി ഗവൺമെന്റ് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. ഹാർഡ്വെയർ മെയിന്റനൻസ്, നെറ്റ്വർക്കിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് സിസ്റ്റംസ് ഓപ്പോസിറ്റ് നേതാജി ഹോസ്പിറ്റൽ, മലമേൽ മാർക്കറ്റ്, വള്ളിക്കുന്നം. നാട്ടുമൈന നാട്ടുമൈന നാട്ടുമൈന. കൃഷ്ണൻ സാറേ, കാക്കത്തമ്പുരാട്ടി വളരെ മനോഹരമായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു ആ പാട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്കും അതുപോലെ വളരെ ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്കൊരു ഇന്നലെ മയങ്ങുമ്പോൾ 1 മണിക്കിന് അവൻ്റെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയ്ക്കകത്ത്
ബാബുരാജിൻ്റെ സംഗീതമാണ്, പി ഭാസ്കരൻ്റെ വരികൾ. പാടി നോക്കാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു. മാടി വിളിക്കാതെ നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ആ പാട്ട് വളരെ എന്താ പറയുക, നല്ല നല്ല ഫീലോടുകൂടി സാറ് പാടി കേട്ടോ. വേറെ അല്ലാതെ വേദികളിലൊന്നും പാടിയിട്ടേ ഇല്ല അല്ലേ? അപ്പോൾ സാറേ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനെ, അമ്മ, വൈഫ്, 2 കുട്ടികൾ. 2 കുട്ടികൾ. കുട്ടികളൊക്കെ? കുട്ടികൾ ഒരാൾ 9 പഠിക്കുന്നു, മറ്റേ 2 പഠിക്കുന്നു. അവർക്ക് പാട്ട് പാടും? ആ മോക്ക് പാട്ടാൻ ചാൻസ് തീർച്ചയായിട്ടും നാട്ടുവിനെ വിളിക്കും, മോളെ കൊണ്ടുവന്ന് പാടിക്കും. സാറിൻ്റെ മോളാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലോണം പാടുമല്ലോ. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു ജെൻസിൻ്റെ ഇത് കാണും, തീർച്ചയായിട്ടും പാടും അല്ലേ? പാടാൻ താല്പര്യമുണ്ട്. സ്കൂളിലൊക്കെ മത്സരത്തിലൊക്കെ മോള് പാടുന്നുണ്ട്. ശരി. അപ്പോൾ നമുക്ക് അടുത്ത ഏത് പാട്ട്? മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല എന്നുള്ള അത് മെഹബൂബ് പാടിയ പാട്ടാണ്. നീലക്കുയിൽ. പി ഭാസ്കരൻ്റെ വരികളാണ്. കെ രാഘവനാണ് സംഗീതം. പാടാം. മാനെന്നും വിളിക്കില്ല മൈനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല മൈനെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ.
കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. ചേലൊത്ത പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാലും കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാലും കുറുക്കി തന്നു വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. കൃഷ്ണനമ്പൂരി സാറേ, എല്ലാ 4 പാട്ടും വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ സാറിനെ പോലുള്ള ഒരാണ് നാട്ടുമേനിക്ക് വേണ്ടത്. കാരണം ഇതുപോലുള്ള നമ്മളറിയാത്ത ഗായകരെ ആണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും പാടാൻ വന്നപ്പോഴും ഇവരൊക്കെ പാട്ട് പാടുമെന്ന് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. സാറിന് ശരിക്കും പറഞ്ഞാൽ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ സാറിൻ്റെ അടുത്തറിയാവുന്ന ആൾക്കാർ പോലും സാറ് പാടുമെന്ന് അപ്പോഴായിരിക്കും അറിയുന്നത്. തീർച്ചയായിട്ടും നാട്ടുമേന നല്ലൊരു സംരംഭം തന്നെയാണ്. നല്ല സംരംഭമാണ്. വീട്ടുകാർ മാത്രമേ പാടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ വളരെ സന്തോഷം, നാട്ടുവേനയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരുപക്ഷെ ഞങ്ങൾ വീണ്ടും സാറിനെ വിളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും 4 പാട്ടുമായി വരണം. തീർച്ചയായിട്ടും. വളരെ നന്ദി സാറേ. നമസ്കാരം. നാട്ടുവേനയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം ഞങ്ങളെ ഇമെയിൽ ചെയ്തറിയിക്കണം. ഇമെയിൽ ചെയ്യേണ്ട വിലാസം natumena@gmail.com. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കണം. അറിയിക്കേണ്ട ഫോൺ നമ്പർ 9645004500. നന്ദി. നാട്ടുമൈന